Hi, hello everyone. Welcome to Aifer Education. Myself Tasmiya. We will discuss slave narratives. Okay, നമ്മൾ അമേരിക്കൻ ലിറ്ററേച്ചർ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഒരു ഹിസ്റ്ററിക്കൽ കോണ്ടെക്സ്റ്റ് പഠിക്കുന്ന സമയത്ത് വേറൊരു ജോണറായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് സ്ലേവ് നറേറ്റീവ്സ് എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു ടേം അല്ലെങ്കിൽ ടൈറ്റിൽ റെഫർ ചെയ്യുന്നത് പോലെ നറേറ്റീവ്സ് ബൈ സ്ലേവ്സ് അല്ലെങ്കിൽ ആ ഒരു സ്ലേവ് എക്സ്പീരിയൻസസ് നറേറ്റ് ചെയ്യുന്ന ആ ഒരു വർക്ക്സിനെയാണ് നമ്മൾ സ്ലേവ് നറേറ്റീവ്സ് എന്ന് പറയുന്നത്. സോ അതിൽ തന്നെ നമ്മൾ നെറ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ ക്വസ്റ്റ്യൻസ് വരാവുന്നതും അല്ലെങ്കിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഏതൊക്കെ ഏരിയാസ് ആണ്, ഏതൊക്കെ ടെക്സ്റ്റുകളാണ്, and which are the major important authors regarding slave narratives. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. Okay, so before going into the works, let us discuss what slave narratives is. Here, historically, slave trade in America began in 1510 with the Spanish sponsorship. By 1619, first Africans arrived in Virginia, and the beginning of slavery was an indentured servants, but later turned to hereditary lifetime service. Actually, Spanish sponsorship ലാണ് 1510 അമേരിക്കയിൽ സ്ലേവ് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബട്ട് വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ആദ്യം അതിങ്ങനെ അതൊരു ഈ പറഞ്ഞ പോലെ ഒരു മെർച്ചൻഡൈസ് ആയിട്ട് കച്ചവടം പോലെ സ്റ്റാർട്ട് ചെയ്ത് അടിമ കച്ചവടം പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ലേറ്റർ ഓൺ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ഇറ്റ് ബിക്കംസ് ആസ് എ ഹെറിഡിറ്ററി ലൈഫ് ടൈം സർവീസ്. സോ പിന്നീട് ആദ്യം അത് കൊടുക്കൽ വാങ്ങൽ എന്നൊരു പ്രക്രിയയിലൂടെയായിരുന്നു ആ ഒരു സ്ലേവറി പൊയ്ക്കൊണ്ടിരുന്നത്. ലേറ്റർ ഓൺ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആഫ്രിക്കൻസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഹെറിഡിറ്ററി ആയിട്ട് ദേ വുഡ് ബി സ്ലേവ്സ്. അതിൽ നിന്ന് പിന്നെ അവർക്കൊരു ജീവിതമില്ല, അവർ സ്ലേവ്സ് ആയിട്ട് ജനിക്കുകയും സ്ലേവ്സ് ആയിട്ട് മരിക്കുകയും ചെയ്യുകയാണ്. സോ അങ്ങനെയാണ് സ്ലേവറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇൻ ദി 1660s ദി പ്രാക്ടീസ് ഓഫ് സ്ലേവറി ബിക്കംസ് എ ലീഗലി റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ബ്രിട്ടീഷ് അമേരിക്ക. ആ ഒരു തുടക്കത്തിൽ വെർജീനിയയിൽ ഫസ്റ്റ് ആഫ്രിക്കൻസ് അറൈവ് ചെയ്യുന്നത് 1619 അതിനുശേഷം ആ ഒരു കച്ചവടം മാറ്റി നിർത്തിയിട്ട് 1660s ഒക്കെ ആയപ്പോഴത്തേക്ക് അതൊരു വളരെ കോമൺ കാര്യം എന്നുള്ള രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്ത് വരാൻ തുടങ്ങി. സോ ആ ഒരു ബ്രിട്ടീഷ് അമേരിക്കയിൽ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനായി. കാരണം എല്ലാവരുടെ വീട്ടിലും അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ്സിന് മേളിലേക്കുള്ള എല്ലാവരുടെ വീട്ടിലും സ്ലേവ്സ് ഉള്ളതെന്ന് പറയുന്നത് വലിയൊരു എന്തോ ഒരു റെക്കഗ്നിഷൻ പോലെ അല്ലെങ്കിൽ പ്രസ്റ്റീജ് പോലെ മാറി എന്നുള്ള രീതിയിൽ വളരെ ലീഗലായി തുടങ്ങി. And only in 1862, Emancipation of Proclamation is issued by US President Abraham Lincoln. 1862 മാത്രമാണ്, 1660s കഴിഞ്ഞിട്ട് എത്ര നാളിന് ശേഷമാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. 1862 ആ ഒരു ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ കൊണ്ടുവരുന്നത്. ദെൻ US പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ ആണ് ആ ഒരു ഇമാൻസിപ്പേഷൻ, അവരെ ഫ്രീ ആക്കാനുള്ള ആ ഒരു പ്രൊക്ലമേഷൻ കൊണ്ടുവരുന്നത്. സോ അതിനുശേഷം മാത്രമാണ് ദേ സ്റ്റാർട്ടഡ് റൈറ്റിംഗ്. Slave narratives often refer to the autobiographical accounts of fugitive slaves or former slaves. So our Emancipation Proclamation വന്നതിന് ശേഷം അവരെഴുതിയിട്ടുള്ള അവരുടെ ആ ഒരു സ്ലേവ് എക്സ്പീരിയൻസസിനെയാണ് നമ്മൾ സ്ലേവ് നറേറ്റീവ്സ് എന്ന് പറയുന്നത്. ഫോമർ സ്ലേവ്സ്. സോ ആ ഒരു സ്ലേവറിയൊക്കെ കഴിഞ്ഞു, അവർ ഇമാൻസിപ്പേറ്റ് ആയി, അതിനുശേഷം ദേ സ്റ്റാർട്ടഡ് റിക്കൗണ്ടിങ് അബൌട്ട് ദെയർ പാസ്റ്റ് എക്സ്പീരിയൻസസ്. An important part of African American literature and culture. Actually, African American literature നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിലൊരു മേജർ പാർട്ട് അല്ലെങ്കിൽ മേജർ ജോണറാണ് സ്ലേവ് നറേറ്റീവ്സ് എന്ന് പറയുന്നത്. And it emerged as a form of abolitionist literature in the 18th century and became a popular genre in pre-Civil War America. Later on പിന്നീട് അതൊരു abolitionist മൂവ്മെൻറ്റിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് മാറുകയാണ് ചെയ്തത്. And the term abolitionism refers to the 18th and 19th century campaign by both whites and blacks for the abolition of slavery in the British Empire. Actually, blacks ആണ് സ്ലേവ്സ് ആയിട്ട് കൊണ്ടുവന്നെങ്കിൽ പോലും അതിനെ എതിർത്ത് നിൽക്കുന്ന കുറേ വൈറ്റ് പീപ്പിളും ഉണ്ടായിരുന്നു. സോ അവരുടെ ആ ഒരു 18th century 19th century അവർ രണ്ടുപേരും കൈകോർത്തിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആയിരുന്നു ആ ഒരു abolitionism എന്ന് നമ്മൾ പറയുന്നത്. And later Christian religious groups joined the fray against slavery as well. പിന്നീടാണ് റിലീജിയസ് ഗ്രൂപ്പ്സ് ഒക്കെ അതിൽ ജോയിൻ ചെയ്യുന്നത്. ബിഫോർ ഹാൻഡ് അവർ തന്നെ കൈകോർത്തിട്ടാണ് എഗെയിൻസ്റ്റ് ആ ഒരു ബ്രിട്ടീഷ് സ്ലേവറിക്ക് എഗെയിൻസ്റ്റ് നിന്നത്. Now coming to which are the major works coming under slave narratives. നമ്മൾ ഏറ്റവും ഫേമസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് വർക്ക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് എഫ്രബെൻസ് ഒറോൺകോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ്. ആൻഡ് അങ്കിൾ ടോംസ് ക്യാബിൻ എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് റിഗാർഡിംഗ് അങ്കിൾ ടോംസ് ക്യാബിൻ, റിട്ടൺ ബൈ ഹാരിയറ്റ് ബീച്ചർ സ്റ്റൗ. And next one is Chatterton's poems in African Eclogues. African Eclogues-ലുള്ള പോംസും വളരെ സ്ലേവ് എക്സ്പീരിയൻസസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വർക്കാണ്. ആ ഒരു മേജർ വർക്ക്സ് ആണ് പറഞ്ഞത്. നൗ വി ആർ ഗോയിങ് ടു ദി മേജർ റൈറ്റേഴ്സ് ഓഫ് കമ്മിങ് അണ്ടർ ദി ജോണർ സ്ലേവ് നറേറ്റീവ്സ്. സ്ലേവ് നറേറ്റീവ്സിൻ്റെ അണ്ടറിൽ വരുന്ന മേജർ റൈറ്റേഴ്സിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഫിലിസ് വീറ്റ്ലി എന്ന് പറഞ്ഞ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1750
1783 to 1784 ആണ്. ആൻഡ് ഷീ ഈസ് എൻ ആഫ്രിക്കൻ വിമൻ എൻസ്ലേവ്ഡ് ഇൻ ബോസ്റ്റണിൽ എൻസ്ലേവ് ചെയ്യപ്പെട്ട ഒരു ആഫ്രിക്കൻ വിമൻ ആണ്. ആൻഡ് അവർ ജീവിച്ചിരുന്നത് വീറ്റ്ലീസിൻ്റെ കൂടെയാണ്. ആൻഡ് ദേ ഹാഡ് ഗിവൺ ഹർ പ്രൈമറി എഡ്യൂക്കേഷനും ആ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസും ഒക്കെ കൊടുത്തത് വീറ്റ്ലി എന്നുള്ള ആ ഒരു ഫാമിലിയാണ്. സോ ഷീ ടുക്ക് ദ ഫാമിലി നെയിം ആസ് ഹർ സർനെയിം. അതുകൊണ്ടാണ് അവർ വീറ്റ്ലി എന്നുള്ളൊരു ആ ഒരു സർനെയിം എടുത്തിട്ടുള്ളത്. And she wrote the first African American book, Poems on Various Subjects, Religious and Moral, published in 1773. അവരാണ് ഫസ്റ്റ് ആഫ്രിക്കൻ അമേരിക്കൻ വുമൺ ആണ് ഒരു പോയട്രി പബ്ലിഷ് ചെയ്ത്, അല്ലെങ്കിൽ റിഗാർഡിംഗ് സ്ലേവ് എക്സ്പീരിയൻസസ് ഒരു പോയട്രി പബ്ലിഷ് ചെയ്യുന്ന ഫസ്റ്റ് ആഫ്രിക്കൻ അമേരിക്കൻ വുമൻ ആണ് ഫിലിസ് വീറ്റ്ലി എന്ന് പറയുന്നത്. ആൻഡ് ദി ടെക്സ്റ്റ് ഈസ് Poems on Various Subjects, Religious and Moral, published in 1773. Okay, that's about Phyllis Wheatley. And coming to the next one, that is Frederick Douglass. Frederick Douglass ഈ പറഞ്ഞതുപോലെ he was born as a slave ആയിട്ട് തന്നെയാണ് ജനിച്ചത്. And public lectures and his tale of suffering and escape told it narrative of the life of Frederick Douglass was a sensation. 1845 പബ്ലിഷ് ചെയ്ത അദ്ദേഹത്തിൻ്റെ സെമി ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു സഫറിങ്ങും എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസസും എല്ലാം ആ ഒരു എസ്കേപ്പും എല്ലാം തന്നെ ഉള്ള ആ ഒരു നെറേറ്റീവ് ഓഫ് ദിസ് ലൈഫ് ഓഫ് ഫെഡറിക് ഡഗ്ലസ് എന്ന് പറയുന്നത് ആ ഒരു ടൈമിൽ വളരെ സെൻസേഷൻ ഉണ്ടാക്കിയ ഒരു വർക്കാണ്. കാരണം അത് ടെയിൽ ഓഫ് സഫറിങ് ആയിരുന്നു ആ ഒരു ബുക്കിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ആൻഡ് ദി നെറേറ്റീവ് കവേഴ്സ് ഹിസ് ലൈഫ് ആസ് എ സ്ലേവ് ഫ്രം ഹിസ് ബർത്ത് ഇൻ 1817 or 1818 until his escape from his master in Baltimore in 1838. So from birth he was a slave. ജനിച്ചത് മുതൽ സ്ലേവ് ആണ്. സോ ആ ഒരു ടെയിൽ ഓഫ് സഫറിങ്ങും ആ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസസും എല്ലാം തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നെറേറ്റീവായിട്ട് വന്നിട്ടുള്ളൊരു വർക്കാണ്. ആൻഡ് ഫ്രം 1817 to 1838 in which year was his escape. ആ ഒരു എസ്കേപ്പ് നടന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാസ്റ്ററിൻ്റെ അടുത്ത് നിന്ന് ബാൾട്ടിമോറിൽ നിന്ന് അദ്ദേഹം എസ്കേപ്പ് ചെയ്തത് 1838 സോ ആ ഒരു വലിയ കാലഘട്ടത്തിൻ്റെ ആ ഒരു സഫറിങ്സ് എല്ലാം തന്നെ ആ ഒരു ബുക്കിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ഇറ്റ് വാസ് എ സെൻസേഷൻ. ആൻഡ് ദാറ്റ്സ് അബൌട്ട് ഫെഡറിക് ഡഗ്ലസ്. നെക്സ്റ്റ് വൺ ഈസ് ദി മേജർ റൈറ്റർ അണ്ടർ സ്ലേവ് നറേറ്റീവ്സ്, ദറ്റ് ഈസ് ഹാരിയറ്റ് ജേക്കബ്സ്. സോ ദി ഫസ്റ്റ് സ്ലേവ് നറേറ്റീവ് റിട്ടൺ ബൈ എ വിമൻ. ആദ്യമായിട്ട് എഴുതിയ ഒരു വിമൻ എഴുതിയ സ്ലേവ് നറേറ്റീവ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബൈ ഹാരിയറ്റ് ജേക്കബ്. ആൻഡ് ദി ബുക്ക് ഈസ് നെയിംഡ് ഇൻസിഡൻസ് ഇൻ ദി ലൈഫ് ഓഫ് എ സ്ലേവ് ഗേൾ, പബ്ലിഷ്ഡ് ഇൻ 1861. ഇതാണ് ഒരു സ്ലേവ് വിമൺ എഴുതിയ ഫസ്റ്റ് സ്ലേവ് നറേറ്റീവ് എന്ന് പറയുന്നത്. ഇൻസിഡൻസ് ഇൻ ദി ലൈഫ് ഓഫ് എ സ്ലേവ് ഗേൾ, പബ്ലിഷ്ഡ് ഇൻ 1861. അതിലെ നറേറ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് ലിൻഡ ബ്രൻറ്റ്. ജേക്കബ്സ് നറേറ്റ്സ് ഹെർ പേഴ്സണൽ സ്റ്റോറി ഓഫ് എൻസ്ലേവ്മെൻറ്റ്, ഡിഗ്രഡേഷൻ ആൻഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ. വളരെ ഡീറ്റെയിൽ ആണ്, നോട്ട് ഓൺലി അബൌട്ട് ദി സഫറിങ്സ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു ടോർച്ചർ മാത്രമല്ല, റിഗാർഡിംഗ് എവറിത്തിങ്, റിഗാർഡിംഗ് ദി എൻസ്ലേവ്മെൻറ്റ്, ഡിഗ്രഡേഷൻ ആസ് വെൽ ആസ് ദി സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ എ സ്ലേവ് വുമൻ ഫേസസ്. ഇമാനിസിപ്പേറ്റ് ചെയ്താൽ പോലും അല്ലെങ്കിൽ എൻസ്ലേവ് ആയാൽ പോലും ഫേസ് ചെയ്യുന്ന ആ ഒരു സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ വരെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, വളരെ ആ ഒരു അത്രയും സഫറിങ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വന്നൊരു വർക്കാണ് ഇൻസിഡൻസ് ഇൻ ദി ലൈഫ് ഓഫ് എ സ്ലേവ് ഗേൾ എന്ന് പറയുന്നത്. And the protagonist here or the narrator here is Linda Brent. Okay, that's about Harriet Jacob. Now coming to yet another writer, that is Harriet Wilson. The time period is 1807 to 1870. And here the first American writer who published a novel, Our Nig, or Sketches from the Life of a Free Black. And here regarding Harriet Wilson, he is the first person or the first African American writer. ഇതുവരെ ഉള്ളതെല്ലാം ഈ പറഞ്ഞതുപോലെ നെറേറ്റീവ്സും അതേപോലെ തന്നെ പോംസും ഒക്കെ തന്നെയായിരുന്നു. ദിസ് ഈസ് ദി ഫസ്റ്റ് നോവൽ ടു ബി പബ്ലിഷ്ഡ് അണ്ടർ ദി ജോണർ സ്ലേവ് നെറേറ്റീവ്സ്. അവർ നിഗ് എന്നുള്ളതാണ് പേര്. ഓൾസോ നോൺ ആസ് സ്കെച്ചസ് ഫ്രം ദി ലൈഫ് ഓഫ് എ ഫ്രീ ബ്ലാക്ക്, പബ്ലിഷ്ഡ് ഇൻ 1859. ഇറ്റ്സ് എ പ്രെഡിക്കമെൻറ്റ് ഓഫ് ദി ബ്ലാക്ക് ഇൻ ദി അമേരിക്കൻ ഡ്യൂറിങ് ദി പീരീഡ്. ആ ഒരു ടൈമിൽ ബ്ലാക്ക്സ് സഫർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ അബൌട്ട് ദി പ്രെഡിക്കമെൻറ്റ് ഓഫ് ദെയർ ലൈഫ്. ആൻഡ് ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് എ മാരേജ് ബിറ്റ്വീൻ എ വൈറ്റ് വിമൻ ആൻഡ് എ ബ്ലാക്ക് മാൻ, ആൻഡ് ദി ഡിഫിക്കൽട്ട് ലൈഫ് ഓഫ് എ ബ്ലാക്ക് സെർവൻറ്റ് ഇൻ ദി വെൽത്തി ക്രിസ്ത്യൻ ഹൗസ് ഹോൾഡ്. ഇതൊക്കെയാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു വൈറ്റ് വിമനും ബ്ലാക്ക് മാനിൻ്റെയും ആ ഒരു മാരേജ് ലൈഫും, വാട്ട് ഓൾ predicaments they face in their marital life, as well as the difficult life of a black servant in the household, in a Christian household. ഇപ്പോൾ റിലീജിയസ് ആണെന്ന് പറഞ്ഞാലും ബാക്കിയുള്ള എത്ര പ്രസ്റ്റീജിയസ് ആണെന്ന് പറഞ്ഞാലും വാട്ട് ഓൾ സഫറിങ്സ് ദി ഫേസ് ഇൻ എ ഹൗസ് ഹോൾഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഹാരിയറ്റ് വിൽസൺ ആ ഒരു നോവലിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദി ടൈറ്റിൽ ഈസ് അവർ നിഗ്, ഓൾസോ നോൺ ആസ് സ്കെച്ചസ് ഫ്രം ദി ലൈഫ് ഓഫ് എ ഫ്രീ ബ്ലാക്ക്, പബ്ലിഷ്ഡ് ഇൻ 1859.
Now comes the most important or most prominent author under slave narratives, that is Harriet Beecher Stowe, and the time period is 1811 to 1896. Though not written by a black woman, the famous novel Uncle Tom's Cabin or Life Among the Lovely is said to have sparked of anti-slavery movement and later on സിവിൽ വാർ. ആക്ച്വലി സിവിൽ വാർ റേസ് ചെയ്യാൻ കാരണമായ നോവൽ എന്നാണ് ഈ ഒരു നോവലിനെ അറിയപ്പെടുന്നത് അങ്കിൾ ടോംസ് ക്യാബിൻ ഓർ ലൈഫ് എമംഗ് ദി ലവ്ലി. ഇതാണ് അതിൻ്റെ സബ് ടൈറ്റിൽ എന്ന് പറയുന്നത്, ലൈഫ് എമംഗ് ദി ലവ്ലി. ഒരു അങ്കിൾ ടോംസ് ക്യാബിൻ ആണ്. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ റിട്ടൺ ബൈ എ ബ്ലാക്ക് പേഴ്സൺ. ബ്ലാക്ക് പേഴ്സൻ്റെ നറേറ്റീവ് അല്ല ഒരിക്കലും അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന് പറയുന്നത്. ഹാരിയറ്റ് ബീച്ചർ സ്റ്റൗ വാസ് നോട്ട് അറ്റ് ഓൾ എ ബ്ലാക്ക് പേഴ്സൺ. പക്ഷേ ദി വർക്ക് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ആ ഒരു ടൈമിൽ സിവിൽ വാർ റൈസ് ചെയ്യാനും അത് ഈ പറഞ്ഞതുപോലെ അത് നല്ല രീതിയിൽ റേസ് ചെയ്യാനും കാരണമായൊരു നോവലാണ്, കാരണമായൊരു വർക്കാണ് അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന് പറയുന്നത്. ആൻഡ് സ്പാർക്ഡ് ഓഫ് ആൻറ്റി സ്ലേവറി മൂവ്മെൻറ്റ്സ് ആൻഡ് ലെറ്റർ ഓൺ സിവിൽ വാർ. It was first published serially in the National Era magazine 1851 to 1852 was very popular. ആ ടൈമിൽ അത് 1851 to 52 സിവിൽ വാർ പീരീഡിൽ അത് ആക്ച്വലി സീരിയലൈസ് ചെയ്തിട്ടായിരുന്നു പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലേറ്റർ ഓൺ പിന്നീട് അത് നോവലായിട്ട് പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദിസ് ഈസ് അബൌട്ട് സ്ലേവ് നറേറ്റീവ്സ്. സോ ആഫ്രിക്കൻ അമേരിക്കൻ ലിറ്ററേച്ചർ പഠിക്കുന്ന സമയത്ത്, ആഫ്രിക്കൻ അമേരിക്കൻ കൾച്ചർ പഠിക്കുന്ന സമയത്ത് നമ്മൾ വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്ന ഒരു ഏരിയയാണ് സ്ലേവ് നറേറ്റീവ്സ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞതുപോലെ ടേൽസ് ഓഫ് സ്ലേവ് നറേറ്റീവ്സ് ആക്ച്വലി അബൌട്ട് ദി പാസ്റ്റ് എക്സ്പീരിയൻസസ് ഓഫ് ഫോമർ സ്ലേവ്സ്. ആ സ്ലേവറിയും അതിൻ്റെ ആ ഒരു സഫറിങ്സും അല്ലെങ്കിൽ വാട്ട് ഓൾ ഡിഫിക്കൽട്ടീസ് ദേ ഫേസ് ഇൻ ഹൗസ് ഹോൾഡ്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ ഹൗ മച്ച് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ദീസ് പീപ്പിൾ ഫേസ്. ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് സ്ലേവ് നറേറ്റീവ്സിൻ്റെ അണ്ടറിൽ വരുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സ്ലേവ് നറേറ്റീവ്സ്. ഇങ്ങനെയുള്ള ഫ്രീ ഗൈഡൻസ് മെറ്റീരിയൽസും അതേപോലെ തന്നെ ക്ലാസ്സസും മറ്റുള്ള കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.